ഒക്ടോബർ 30 രാജസ്ഥാൻ യുണൈറ്റഡ് എഫ്സിക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ സൂപ്പർ കപ്പ് മത്സരം. ആദ്യ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സാധ്യതാ ലൈനപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 4-4-2 എന്നൊരു ഫോർമേഷനിലാണ് നമ്മൾ ഈ ലൈനപ്പ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഗോൾ പോസ്റ്റിൽ സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും. സെന്റർ ബാക്കുകളായി ഡുസാൻ ലഗാത്തോറും വികാസ് യുംനാമും ആയിരിക്കും. യുവാൻ റോഡ്രിഗസിനെ ഡേവിഡ് കാറ്റല സെക്കൻഡ് ഹാഫിൽ ഇറക്കാനായിരിക്കും സാധ്യത കൂടുതൽ. റൈറ്റ് ബാക്കായി അമേർ അൻവാഡയും ലെഫ്റ്റ് ബാക്കായി നവോച്ച സിംഗും. ഇനി സെൻട്രൽ മിഡ്ഫീൽഡേഴ്സായി വിപിൻ മോഹനും ഡാനിഷ് ഫറൂഖും. ലെഫ്റ്റ് വിങ്ങറായി നോഹ സദുയിയും റൈറ്റ് വിങ്ങറായി അഡ്രിയാൻ ലൂണയും. മുന്നേറ്റത്തിൽ തിയാഗോ അൽവസും നിഹാൽ സുദീഷും. കോൾഡു ബിയറ്റിയെ ബ്ലാസ്റ്റേഴ്സ് സെക്കൻഡ് ഹാഫിൽ ഇറക്കാനായിരിക്കും സാധ്യത കൂടുതൽ. കാരണം തിയാഗോ അൽവസിന് ഏഷ്യൻ എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ആദ്യ 11 ഇടം നേടാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിഹാൽ സുദീഷിന് പകരം കോറോ സിംഗിനെയോ ഐമനെയോ ആദ്യ 11 കൊണ്ടുവരാൻ സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ഇത് വെറും ഒരു സാധ്യതാ ലൈനപ്പ് മാത്രമാണ്. സെക്കൻഡ് ഹാഫിൽ വിദേശ താരങ്ങളെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഡിഫൻസിൽ യുവാൻ റോഡ്രിഗസും മുന്നേറ്റത്തിൽ കോൾഡു ബിയറ്റയും ആയിരിക്കും ഡേവിഡ് കാറ്റാല യൂസ് ചെയ്യാൻ സാധ്യത. അപ്പോൾ നിങ്ങൾ വെറും ഒരു സാധ്യത ലൈനപ്പായിട്ട് മാത്രം കണ്ടാൽ മതി. ഈ ലൈനപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനും സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ലൈനപ്പിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.